ഹലോ കൂട്ടുകാരി, തീയുടെ കണ്ടുപിടുത്തം മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിട്ടാണ് കരുതുന്നത്. തീ എന്നത് നമുക്ക് ഉപകാരപ്പെടുന്നത് പോലെ തന്നെ അപകടങ്ങൾക്കും വഴിവെക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ തീ ആളിക്കത്തിയാൽ അതിനെ നിയന്ത്രിക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ തീ പടർന്നു തുടങ്ങുന്ന സാഹചര്യങ്ങളിൽ തന്നെ തീ കെടുത്താൻ നാം ഉപയോഗിക്കുന്നവയാണ് ഫയർ എക്സ്റ്റിങ്യൂഷറുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി ടിവി ഈ ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങിയാലോ. ഏകദേശം 25ഓളം വർഷങ്ങളായിട്ട് ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് നിർമ്മിക്കുന്ന ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള സീസ് ഫയറിന്റെ ഫാക്ടറിയിൽ എങ്ങനെയാണ് ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് നിർമ്മിക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണ് ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉള്ളത്. ഒന്നാമതായിട്ട് ഫയർ എക്സ്റ്റിങ്യൂഷർ ബോഡി നിർമ്മാണം, രണ്ടാമതായിട്ട് ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ് വാൽവ് മാനുഫാക്ചറിംഗ്, അടുത്തത് ഫയർ എക്സ്റ്റിങ്യൂഷറിന്റെ അസംബ്ലിംഗ്, അടുത്തത് ക്വാളിറ്റി ടെസ്റ്റിംഗ് എന്നീ 4 പ്രക്രിയയാണ് ഉള്ളത്. ഈ 4 ഘട്ടങ്ങളുടെ ഫയർ എക്സ്റ്റിങ്യൂഷർ നിർമ്മാണം എങ്ങനെയാണ് പൂർത്തിയാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എക്സ്റ്റിങ്യൂഷർ ബോഡി നിർമ്മാണമാണ്. ഓക്കെ, ഫയർ എക്സ്റ്റിങ്യൂഷർ നിർമ്മിക്കുന്നതിനായിട്ട് ഉയർന്ന ഗുണനിലവാരമുള്ള CRC മൈൽഡ് സ്റ്റീൽ ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നത്. റോളുകളായിട്ട് ലഭ്യമാകുന്ന ഈ CRC സ്റ്റീൽ ഷീറ്റുകൾ പ്രത്യേകതരം ബ്ലാങ്കിംഗ് മെഷീൻ ഉപയോഗിച്ച് മുൻകൂറായിട്ട് തീരുമാനിച്ച ആകൃതിയിലുള്ള ചെറിയ ബ്ലാങ്ക് ഷീറ്റുകളായിട്ട് മുറിച്ചെടുക്കുന്നു. അതിനുശേഷം മുറിച്ചെടുത്ത ബ്ലാക്ക് ഷീറ്റുകളെ മറ്റൊരു കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എക്സ്റ്റിങ്യൂഷർ ബോഡി നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള അളവിൽ വൃത്താകൃതിയിൽ മുറിച്ചെടുക്കുന്നു. അടുത്തതായിട്ട് ഡ്രോയിങ് പ്രോസസ്സാണ്. വൃത്താകൃതിയിലുള്ള സ്റ്റീൽ പ്ലേറ്റുകളെ 3 ഘട്ടങ്ങളായിട്ട് ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് എക്സ്റ്റിങ്യൂഷർ ബോഡിയുടെ പ്രധാന ഭാഗമായിട്ടുള്ള ഷെൽ രൂപത്തിൽ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഡ്രോയിങ് പ്രക്രിയയുടെ ആദ്യ 2 ഘട്ടങ്ങളിലും 100 ടൺ ഹൈഡ്രോളിക് പ്രഷറും 3-ാം ഘട്ടത്തിൽ 200 ടൺ ഹൈഡ്രോളിക് പ്രഷറുമാണ് ഷെൽ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഡ്രോയിങ് പ്രക്രിയ ഒരു ഘട്ടത്തിൽ പൂർത്തിയാക്കാതെ 3 ഘട്ടങ്ങളിലായിട്ട് പൂർത്തിയാക്കാൻ ഒരു കാരണമുണ്ട്. ഒറ്റത്തവണയിൽ വൃത്താകൃതിയിലുള്ള സ്റ്റീൽ പ്ലേറ്റുകളെ ഷെൽ രൂപത്തിലാക്കാൻ ശ്രമിച്ചാൽ ഷെല്ലിൽ ചുളുക്കുകളും പൊട്ടലുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഷെല്ലുകൾ പൂർണ്ണമായിട്ട് ഉപയോഗശൂന്യമാകും. അടുത്തതായിട്ട് ഡ്രോയിങ് പ്രക്രിയയിലൂടെ നിർമ്മിച്ച ഷെല്ലുകളിൽ നിന്നും അനാവശ്യമായ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി എക്സ്റ്റിങ്യൂഷർ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായ അളവിലേക്ക് ഡ്രിം ചെയ്യുന്നു. അതേസമയം മറ്റൊരു ഹൈഡ്രോളിക് പ്രസ് എക്സ്റ്റിങ്യൂഷർ ബോഡിക്ക് വേണ്ടി നിർമ്മിച്ച ഷെല്ലിന്റെ ചുവട്ടിൽ ഉറപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസ് റിംഗ് ഡ്രോയിങ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നു. ഷെല്ലുകൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ബേസ് റിങ്ങുകൾക്ക് ഷെല്ലുകളേക്കാൾ വലിപ്പം കുറവായതുകൊണ്ട് അവ ഒറ്റഘട്ടം മാത്രമുള്ള ഡ്രോയിങ് പ്രക്രിയയിലൂടെയാണ് നിർമ്മിക്കുന്നത്. എക്സ്റ്റിങ്യൂഷർ ബോഡിക്ക് വേണ്ടി നിർമ്മിച്ച ഷെല്ലിന്റെ മുകൾ ഭാഗത്ത് ഒരു പഞ്ച് മെഷീൻ ഉപയോഗിച്ച് ഹോൾ ഇടുന്ന പ്രക്രിയയാണ് അടുത്തത്. ഫയർ എക്സ്റ്റിങ്യൂഷർ ബോഡിയിലേക്ക് വാൽവ് ഉറപ്പിക്കുന്നതിനുള്ള നെക്ക് റിംഗ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹോൾ പഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം ഷെല്ലിന്റെ ചുവട് ഭാഗത്ത് ഉറപ്പിക്കാൻ നിർമ്മിച്ച ബേസ് റിംഗ് ഷാംഫെറിംഗ് ഓഫ് ഫുട്ട് റിംഗ് എന്ന പ്രക്രിയ വഴി കൃത്യമായ അളവിലേക്ക് രാഗി മിനുക്കിയെടുക്കുന്നു. അടുത്തതായിട്ട് വെൽഡിംഗ് പ്രക്രിയയാണ്. എക്സ്റ്റിങ്യൂഷർ ബോഡി നിർമ്മിക്കാൻ വേണ്ടി നിർമ്മിച്ചെടുത്ത ഷെല്ല്, ബേസ് റിംഗ്, നെക്ക് റിംഗ് എന്നിവ ഒന്നിച്ചു ചേർത്ത് വെൽഡിംഗ് ചെയ്യാൻ പ്രത്യേകതരം MIG വെൽഡിംഗ് മെഷീൻ അഥവാ മെറ്റൽ ഇനേറ്റ് ഗ്യാസ് വെൽഡിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. 80:20 എന്ന അനുപാതത്തിൽ ആർഗോൺ വാതകവും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന ACM എന്ന വാതക മിശ്രിതമാണ് MIG മെഷീൻ വെൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. 1000 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് ഈ വെൽഡിംഗ് പ്രക്രിയ പൂർണ്ണമാകുന്നത്. വെൽഡിങ്ങിന് ശേഷം ഒരു നമ്പറിംഗ് മെഷീൻ ഉപയോഗിച്ച് എക്സ്റ്റിങ്യൂഷർ ബോഡിക്ക് വേണ്ടി നിർമ്മിച്ച കണ്ടെയ്നറുകളിൽ ബ്രാൻഡ് നെയിം, കപ്പാസിറ്റി, മാനുഫാക്ചർ ചെയ്ത മാസം, വർഷം എന്നിവ കൊത്തിവയ്ക്കുന്നു. അതിനുശേഷം എക്സ്റ്റിങ്യൂഷർ ബോഡിക്ക് വേണ്ടി നിർമ്മിച്ച കണ്ടെയ്നറുകളെല്ലാം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ടെസ്റ്റിന് വിധേയമാക്കുന്നു. കണ്ടെയ്നറുകളിൽ 30 കിലോഗ്രാം ഫോഴ്സ് സെന്റിമീറ്റർ² എന്ന അളവിൽ മർദ്ദം ഏകദേശം 2 മീറ്ററോളം പ്രയോഗിച്ചിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. കണ്ടെയ്നറുകളുടെ മർദ്ദം താങ്ങാനുള്ള ശേഷി ഉറപ്പുവരുത്താനാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അടുത്തതായിട്ട് കണ്ടെയ്നറുകൾ 8 ടാങ്ക് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ആസിഡ്, ആൽക്കലി, വേസ്റ്റ് കെമിക്കലുകൾ ഉപയോഗിച്ച് കണ്ടെയ്നറുകളുടെ അകം, പുറം ഭാഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് 8 ടാങ്ക് പ്രോസസ്സ്. കണ്ടെയ്നറുകളുടെ അകത്തും പുറത്തുമുള്ള എണ്ണമയം, തുരുമ്പ് എന്നിവ നീക്കം ചെയ്ത് ഉറപ്പുള്ള പൗഡർ കോട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്നതിനായിട്ട് സിങ്ക് ഫോസ്ഫേറ്റ് കോട്ടിംഗ് ചെയ്ത് തുരുമ്പ് പിടിക്കാത്ത അവസ്ഥയിലേക്ക് കണ്ടെയ്നറുകളെ എത്തിക്കുന്ന പ്രക്രിയയാണ് ഇത്. ഡീഗ്രീസിങ്, വാട്ടർ റിൻസിങ്, ഡീറസ്റ്റിങ്, വാട്ടർ റിൻസിങ്, ആക്ടിവേഷൻ, സിങ്ക് ഫോസ്ഫേറ്റിംഗ്, വാട്ടർ റിൻസിങ്, പാസ്റ്റിവേഷൻ എന്നീ പ്രക്രിയകൾ ചേർന്നിട്ടാണ് 8 ടാങ്ക് പ്രക്രിയ പൂർണ്ണമാകുന്നത്. 8 ടാങ്ക് പ്രോസസ് പൂർത്തിയാക്കിയതിനു ശേഷം കണ്ടെയ്നറുകളെ പൗഡർ കോട്ട് ചെയ്യുന്നു. നെഗറ്റീവ് ചാർജ് നൽകപ്പെടുന്ന കണ്ടെയ്നറുകളിലേക്ക് പോസിറ്റീവ് ചാർജ് നൽകപ്പെട്ട പൗഡർ സ്പ്രേ ചെയ്താണ് പൗഡർ കോട്ടിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് ചാർജുള്ള പൗഡർ താൽക്കാലികമായിട്ട് കണ്ടെയ്നറുകളിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും.
പൗഡർ കോട്ട് ചെയ്ത കണ്ടെയ്നറുകളെ അധികം താമസിയാതെ തന്നെ ബേക്കിംഗ് പ്രോസസ്സിന് വിധേയമാക്കുന്നു. പൗഡർ കോട്ടിംഗ് കഴിഞ്ഞ കണ്ടെയ്നറുകളെ ഒരു ഓവനുള്ളിൽ 180°C താപനിലയിൽ 15 മിനിറ്റ് നേരമാണ് ബേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കണ്ടെയ്നറിന് മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൗഡർ ഉരുകുകയും കണ്ടെയ്നറുകളുടെ മുകളിൽ ഉറപ്പുള്ള ഒരു ആവരണമായിട്ട് മാറുകയും ചെയ്യും. ഇതോടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കണ്ടെയ്നറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. അടുത്തതായിട്ട് വാൽവ് നിർമ്മാണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ എക്സ്റ്റിംഗ്വിഷർ വാൽവ് മാനുഫാക്ചറിംഗിലേക്ക് കടക്കുകയാണ്. വാൽവ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുന്നത് ഒരു പിച്ചള ദണ്ട് പ്രത്യേകതരം പവർ സോ ഉപയോഗിച്ച് ആവശ്യമായ അളവിൽ മുറിച്ചെടുക്കുന്നതാണ്. അടുത്തതായിട്ട് മുറിച്ചെടുത്ത കഷ്ണങ്ങളെ ഒരു ഇൻഡക്ഷൻ ഫർണസിന്റെ സഹായത്തോടെ 950°C താപനിലയിൽ ചൂടാക്കുന്നു. ചൂടാക്കിയ കഷ്ണങ്ങളെ ഒരു 200 ടൺ മെക്കാനിക്കൽ പ്രസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഫോർജിംഗ് പ്രക്രിയയിലൂടെ വാൽവിന്റെ ബാഹ്യരൂപത്തിൽ നിർമ്മിച്ചെടുക്കുന്നു. അതിനുശേഷം നിർമ്മിച്ചെടുത്ത വാൽവിന്റെ ബാഹ്യരൂപത്തിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ കട്ടിംഗ് ദി ഫ്ലാങ്ക്സ് എന്ന പ്രക്രിയയിലൂടെ അടർത്തി മാറ്റുന്നു. ഇതിനായിട്ട് 30 ടൺ കപ്പാസിറ്റിയുള്ള മറ്റൊരു ഹൈഡ്രോളിക് പ്രസ്സാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പ്രത്യേകതരം CNC മെഷീനുകളുടെ സഹായത്തോടെ വാൽവിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും നോസിലും പ്രഷർ ഗേജ് എന്നിവ ഘടിപ്പിക്കുവാനുള്ള ഹോളുകൾ ഇടുകയും ചെയ്യും. അതിനുശേഷം ഹാൻഡില്, ട്രിഗർ, പ്രഷർ ഗേജ്, ബൈപ്പാസ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹോളുകൾ ഡ്രില്ല് ചെയ്യുന്നു. ഡ്രില്ലിംഗ് പൂർത്തിയായതിനു ശേഷം വാൽവ് ബോഡി 3 മിനിറ്റ് നേരത്തേക്ക് അലുമിനിയം ഓക്സൈഡ് ഗ്രാനുളുകൾ ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതിലൂടെ വാൽവുകൾക്ക് നിക്കൽ, ക്രോമിയം, മറ്റ് ഫിനിഷിംഗ് ലുക്ക് ലഭിക്കുന്നു. അടുത്തതായിട്ട് വാൽവ് അസംബ്ലിംഗ് ആണ്. ഒരു എക്സ്റ്റിംഗ്വിഷർ വാൽവ്, വാൽവ് ബോഡി, പ്ലാഞ്ചർ, സ്പ്രിങ്, ടിപ്പ് ട്യൂബ്, ഹോൾഡർ, റിങ്സ്, പ്രഷർ ഗേജ് എന്നിവ ഒന്നിച്ച് യോജിപ്പിച്ചിട്ടാണ് അസംബ്ലി ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു എക്സ്റ്റിംഗ്വിഷർ വാൽവ് നിർമ്മിക്കാൻ ഈ ഭാഗങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ഒന്നിച്ച് യോജിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അസംബ്ലിംഗ്, ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ അസംബ്ലിംഗിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ ബോഡിയും വാൽവും നിർമ്മിച്ച് കഴിയുന്നതോടെ അവ ഒന്നിച്ച് ചേർക്കുന്നതോടെ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ നിർമ്മാണം ഏകദേശമൊക്കെ പൂർത്തിയാകും. ഫയർ എക്സ്റ്റിംഗ്വിഷർ അസംബ്ലിംഗ് ഘട്ടത്തിലാണ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ബോഡിയിൽ പൗഡറും പ്രൊപ്പലന്റും നിറച്ച് വാൽവ് ഫിറ്റ് ചെയ്യുന്നത്. വാക്വം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പൗഡർ ഫില്ലിംഗ് മെഷീനുകളാണ് ബോഡിയിൽ പൗഡർ നിറയ്ക്കുന്നത്. പൗഡർ നിറച്ചതിന് ശേഷം ബോഡിയുടെ നെക്ക് റിങ്ങിൽ വാൽവ് ടോർക്ക് സ്പാനർ ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു. വാൽവ് നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം 99.99% ശുദ്ധമായ നൈട്രജനും ഹീലിയവും കണ്ടെയ്നറിൽ പ്രൊപ്പലന്റായിട്ട് നിറയ്ക്കുന്നു. അതിനുശേഷം വെള്ളം നിറച്ച ടാങ്കുകളിൽ മുക്കി വെച്ചും ഹീലിയം സെൻസിറ്റീവ് ആയിട്ടുള്ള മെഷീൻ ഉപയോഗിച്ചുള്ള സ്പെക്ട്രോ അനാലിസിസിലൂടെയും കണ്ടെയ്നറുകൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ലീക്കേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ലീക്കേജ് ഉണ്ടോ എന്ന് കണ്ടെത്തിയാൽ അപ്പോൾ തന്നെ ആ കണ്ടെയ്നേഴ്സിനെ റിജക്ട് ചെയ്യുന്നു. ലീക്കുകളൊന്നും തന്നെ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫയർ എക്സ്റ്റിംഗ്വിഷർ കണ്ടെയ്നറുകളുടെ മുകളിൽ ബ്രാൻഡ് നെയിം, കപ്പാസിറ്റി മുതലായ വിവരങ്ങൾ പാർട്ട് പ്രിന്റിംഗ് ചെയ്യുന്നു. അതിനുശേഷം ക്രിമ്പിംഗ് പ്രോസസ് വഴി ഫയർ എക്സ്റ്റിംഗ്വിഷർ വാൽവ് ഡിസ്ചാർജ് മെക്കാനിസം ഘടിപ്പിക്കുന്നു. അതിനുശേഷം ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തുകയും പാക്കിംഗ് ചെയ്യുകയും ചെയ്യുന്നതോടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ നിർമ്മാണം പൂർത്തിയാകുന്നു. ഇനി അവസാന ഘട്ടമായിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണ്. നിരവധി ക്വാളിറ്റി ടെസ്റ്റുകൾ പാസ്സായതിനു ശേഷം മാത്രമേ ഓരോ ഫയർ എക്സ്റ്റിംഗ്വിഷർ ബാച്ചും പാക്കിങ്ങിനായിട്ട് അയക്കുകയുള്ളൂ. ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾക്ക് പൊട്ടലോ, ചോർച്ചയോ, തുരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തകരാറോ ഇല്ലെന്ന് ഉറപ്പുവരുത്താനാണ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. ഒരു ബാച്ചിലെ ഒരു എക്സ്റ്റിംഗ്വിഷറിൽ തകരാറ് കണ്ടെത്തിയാൽ ആ ബാച്ച് മുഴുവനായിട്ട് റിജക്ട് ചെയ്യപ്പെടും. ഇനി ഏതൊക്കെയാണ് ആ ക്വാളിറ്റി ടെസ്റ്റുകൾ നമുക്ക് നോക്കാം അല്ലേ. ആദ്യമായിട്ട് ബ്ലാസ്റ്റ് ടെസ്റ്റ്. ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ബ്ലാസ്റ്റ് കപ്പാസിറ്റി അളക്കുന്ന ടെസ്റ്റാണിത്. 55 ബാർ പ്രഷർ അല്ലെങ്കിൽ 2.7 ഇരട്ടി സർവീസ് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാത്ത ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ആണ് ഈ ടെസ്റ്റ് പാസ്സാകുന്നത്. സെക്കൻഡ് വൺ, പ്രഷർ സൈക്കിൾ ടെസ്റ്റ്. പല അളവിലുള്ള പ്രഷറുകൾ ചെലുത്തി ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ കരുത്ത് അളക്കുന്ന ടെസ്റ്റാണിത്. പല അളവിലുള്ള പ്രഷറുകൾ പ്രയോഗിക്കപ്പെടുന്ന 5000 സൈക്കിളാണ് ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഈ ടെസ്റ്റിൽ അതിജീവിക്കേണ്ടത്. മൂന്നാമതായിട്ട് പ്രഷർ ഗേജ് ടെസ്റ്റ്. ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഉപയോഗിക്കുന്ന പ്രഷർ ഗേജുകളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള ടെസ്റ്റാണിത്. 500 തവണയാണ് പ്രഷർ ഗേജുകൾ കൃത്യമായ അളവുകൾ സൂചിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. നാലാമതായിട്ട് ഡ്രോപ്പ് ടെസ്റ്റ്. എക്സ്റ്റിംഗ്വിഷറുകളിലെ 90% ജലം നിറച്ച
ശേഷം 3 മീറ്റർ ഉയരത്തിൽ നിന്ന് നെടുകയും കുറുകയും താഴേക്കിടുന്ന ടെസ്റ്റാണിത്. ഈ വീഴ്ചയിൽ എക്സ്റ്റിംഗ്വിഷറിന് ലീക്കോ മറ്റ് തകരാറോ സംഭവിച്ചാൽ ആ ബാച്ചിലുള്ള എല്ലാ എക്സ്റ്റിംഗ്വിഷറുകളും റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അടുത്തത് ക്രഷിംഗ് ടെസ്റ്റ്. 30 മുതൽ 60 സെക്കൻഡ് വരെ എക്സ്റ്റിംഗ്വിഷറിനെ ക്രഷ് ചെയ്ത ശേഷം അതിൽ വെള്ളം നിറച്ച് അതിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റാണ് ക്രഷിംഗ് ടെസ്റ്റ്. 6th വൺ ഡിസ്ചാർജ് ടെസ്റ്റ്. നിർമ്മാണം പൂർത്തിയായ ഫയർ എക്സ്റ്റിംഗ്വിഷർ ബാച്ചിൽ നിന്ന് ഒരെണ്ണം തെരഞ്ഞെടുത്ത് മാനുവലായിട്ട് 95% ഡിസ്ചാർജ് ചെയ്ത് എക്സ്റ്റിംഗ്വിഷറിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുന്ന ടെസ്റ്റാണ് ഡിസ്ചാർജ് ടെസ്റ്റ്. 7ാമതായിട്ട് ടാപ്പിംഗ് ടെസ്റ്റ്. നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരു പ്രത്യേകതരം യന്ത്രത്തിൽ നെടുകെ ഘടിപ്പിച്ച ശേഷം 500 തവണ തുടർച്ചയായിട്ട് മുകളിൽ നിന്നും ഒരു ഉറപ്പുള്ള പ്രതലത്തിലേക്ക് വീഴാൻ അനുവദിക്കുന്ന ടെസ്റ്റാണിത്. പൗഡർ സെറ്റിൽമെന്റ് ആണ് ഈ ടെസ്റ്റിലൂടെ പരിശോധിക്കുന്നത്. അടുത്തത് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന താപനില കണക്കാക്കാനുള്ള ടെസ്റ്റാണിത്. എക്സ്റ്റിംഗ്വിഷറുകളെ ഓവനിലും ചില്ലറുകളിലും 24 മണിക്കൂർ നേരം ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള വിവിധ താപനിലകളിൽ വെച്ചിട്ടാണ് ഈ ടെസ്റ്റ് പൂർത്തിയാക്കുന്നത്. 24 മണിക്കൂറുകൾക്ക് ശേഷം പുറത്തെടുക്കുന്ന എക്സ്റ്റിംഗ്വിഷറുകൾ സാധാരണ രീതിയിൽ പ്രവർത്തിച്ചാൽ അവ ടെസ്റ്റ് പാസ്സാകുന്നു. 9 ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ്. 4 കിലോഗ്രാം ഭാരമുള്ള സ്റ്റീൽ സിലിണ്ടറിക്കൽ ഹാമർ കുത്തനെ വെച്ചിരിക്കുന്ന നിറഞ്ഞ എക്സ്റ്റിംഗ്വിഷറിനെ മുകളിലേക്ക് വീഴാൻ അനുവദിക്കുന്ന ടെസ്റ്റാണിത്. അത്രയും ഭാരത്തെ അതിജീവിക്കാൻ എക്സ്റ്റിംഗ്വിഷറിന് സാധിച്ചാൽ അത് ടെസ്റ്റ് പാസ്സായതായിട്ട് കണക്കാക്കുന്നു. 10th വൺ വൈബ്രേഷൻ റെസിസ്റ്റൻസ്. വാഹനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന എക്സ്റ്റിംഗ്വിഷറുകൾക്ക് വൈബ്രേഷനുകൾ താങ്ങാനുള്ള ശേഷി പരിശോധിക്കുന്ന ടെസ്റ്റാണിത്. എക്സ്റ്റിംഗ്വിഷറുകൾ തലങ്ങനെയും വിലങ്ങനെയും കുത്തനെയും ഒക്കെ വെച്ച് ഈ ടെസ്റ്റ് നടത്തുന്നു. 11th വൺ സോൾട്ട് സ്പ്രേ ടെസ്റ്റ്. നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഒരു എക്സ്റ്റിംഗ്വിഷറിലേക്ക് 24 മണിക്കൂർ തുടർച്ചയായിട്ട് സാൾട്ട് സ്പ്രേ ചെയ്യുന്നു. ഇതിനുശേഷം 24 മണിക്കൂർ എക്സ്റ്റിംഗ്വിഷറിനെ ഉണങ്ങാൻ അനുവദിക്കുന്നു. അതിനുശേഷം ശ്രദ്ധയോടെ എക്സ്റ്റിംഗ്വിഷർ കഴുകി അതിന് മുകളിൽ പിടിച്ച സോൾട്ട് നീക്കം ചെയ്യുന്നു. അതിനുശേഷം എക്സ്റ്റിംഗ്വിഷറിൽ ഏതെങ്കിലും വിധത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ എക്സ്റ്റിംഗ്വിഷർ ടെസ്റ്റ് പാസ്സാക്കുന്നു. 12th വൺ ഈസ് സേഫ്റ്റി ലോക്കിംഗ് ഡിവൈസ്. എക്സ്റ്റിംഗ്വിഷറിന്റെ സേഫ്റ്റി ലോക്കിംഗ് ഡിവൈസ്, സ്റ്റോപ്പർ എന്നിവയുടെ പ്രവർത്തനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ടെസ്റ്റാണിത്. അവസാനത്താണ് പൗഡർ ടെസ്റ്റിംഗ്. ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഉൾപ്പെടെ ഒരു ഉപകരണത്തിൽ 500 ഗ്രാം പൗഡർ നിറച്ച് അതിലെ ഫ്ലോ റേറ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ടെസ്റ്റ്. ശരാശരി 50 ഗ്രാം പെർ സെക്കൻഡ് ഫ്ലോ റേറ്റ് ലഭിച്ചാൽ പൗഡർ ടെസ്റ്റ് പാസ്സാക്കുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് എക്സ്റ്റിംഗ്വിഷർ ക്വാളിറ്റി ടെസ്റ്റുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ. സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.